ഞാൻ കാസർഗോഡ് മംഗലാപുരത്ത് നിന്ന് ഒരിക്കൽ വഴുത കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇങ്ങനെ തിരിച്ചു വരുന്ന സമയം അത്യാവശ്യം ഒരു കാര്യമുള്ളത് കാരണം ഞാനാ വണ്ടി ഓടിച്ചേ. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചപ്പോൾ ഒരു ഉസ്താദിൻ്റെ വണ്ടിയെ ഓടിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പയ്യനിരിക്കുന്നുണ്ട്, ഓൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഉസ്താദിൻ്റെ വണ്ടി ആരെടുത്തുകൊണ്ട് പോയാലും സാധാരണ ഇടിക്കാറുണ്ട്, ഉസ്താദെ ഒന്ന് പതുക്കെ പോകാൻ. ഞാൻ എടുത്തുകൊണ്ടുപോയ ഉസ്താദ് ഒരു പ്രഭാഷകനാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു പുതിയ വണ്ടി എടുത്താൽ ഏതെങ്കിലും ഉസ്താദ് എടുത്തുകൊണ്ട് പോയി ഇടിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഉസ്താദെ ഒന്ന് പതുക്കെ പോ, ഇയാളുടെ വണ്ടി ആരെടുത്തുകൊണ്ട് പോയാലും കൊണ്ട് ഇടിക്കലാണെന്ന്. ഇവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചിട്ട് സ്പീഡ് തന്നെ കുറച്ചൊന്നും മിണ്ടാതിരിയിടാന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞൊരു വളവ് തിരിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല, ഒരു മതിൽ പിടിച്ചിട്ട് വണ്ടി താഴെ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മതിലിടിച്ച് മറിച്ചിട്ടങ്ങ് പോയി. രാത്രി 1:30 പിന്നെ എന്ത് ചെയ്യാനാ, വണ്ടിയൊക്കെ പൊക്കി. അന്ന് ഞാൻ പറഞ്ഞു ഇവൻ്റെ നാവ് സൂക്ഷിക്കണമെന്ന്. ചിലരെങ്ങനാടോ ചില വാക്കു പറഞ്ഞ അപ്പം തന്നെ വീടിൻ്റെ മുമ്പിൽ നല്ല ഒരു കൊല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തൊരു കൊലയാ അല്ലാ, ആ കൊല നിന്നതിൻ്റെ അസറ് പോലും കാണാറില്ല, കരിഞ്ഞു കളയും. പണ്ടുള്ള ഉമ്മമാര് ഈ കുഞ്ഞുങ്ങൾ, ചില ഉമ്മമാര് വരുമ്പോൾ കുഞ്ഞിനെ എടുത്ത് വീടിൻ്റെ ഒക്കെ തോടി കയറും, പേടിയാ, വേറൊന്നുമല്ല. അവരെന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾക്കറിയോ എടോ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ ഉണ്ടെന്ന് നമ്മൾ പോലും പറയാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം മുഖം നോക്കിയിട്ട് കണ്ണാടിയെ നോക്കിയിട്ട് നമുക്ക് ഗ്ലാമർ ഉണ്ടെന്ന് നമ്മൾ തന്നെ പറയാൻ പാടില്ല. കാരണം എന്തേ, നമ്മുടെ നാവ് എങ്ങനത്തെ നാവാന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ നാവ് എങ്ങനത്തെ നാവാണ് നമുക്കറിയില്ലല്ലോ. അത് അവരുടെ കുഴപ്പമില്ല, ചിലര് പറഞ്ഞ അറം പറ്റും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമിർ റളിയല്ലാഹു തആല പറഞ്ഞു, വല്ലാഹി സത്യം, ഇങ്ങനെ ഒരു ശരീരം ഞാൻ ഇന്നത്തെ ദിവസം ഇന്നൊരു കണ്ടിട്ടേ ഇല്ല. ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണിടോ. എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാന നബിതങ്ങൾ വെള്ളമൂതി കുടഞ്ഞതിന് ശേഷം ആ സഹാബി എഴുന്നേറ്റത്. അപ്പൊ ഇതാ പറഞ്ഞത്, അത്ഭുതം. ചിലരിങ്ങനെ അത്ഭുതത്തോടു കൂടി പറഞ്ഞാൽ അത് ദോഷമായി തീരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറയുന്നു, 10ാം ക്ലാസ്സിൽ A+ ഒക്കെ മേടിച്ച് ഞാൻ ഏർവാടിയിൽ ഒരിക്കൽ സിയാറത്തിന് പോയപ്പോൾ ഒരു ഉസ്താദ് കരയുന്നുണ്ട്. ഉസ്താദെ, എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ മുഴുവനും A+ വാങ്ങിച്ച കുട്ടിയാ ഉസ്താദെ, നിലവിളിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ചവരെ പോലെ കിടന്നോടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റോഡിൻ്റെ മുകളിലൊക്കെ ഫ്ലെക്സും കെട്ടി സ്റ്റാറ്റസ് വിട്ട് അടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, എന്തെല്ലാം പറയുന്നു ആൾക്കാർ. കണ്ടോ കടാ, മൊത്തം A+ വാങ്ങിച്ചൊരു പെണ്ണിനെ കണ്ടോ, ഒരു മോനെ കണ്ടോ, നീ ഇങ്ങനെ നടന്നോടാ. കണ്ടാ എന്തൊരു ബുദ്ധിയാ അല്ലാ, തീർന്നില്ലേ കാര്യം. ഇങ്ങനെയൊക്കെ സൂക്ഷിക്കേണ്ട, നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സ്വന്തം മക്കളുടെ സ്റ്റാറ്റസ് പോലും കണ്ണീർ കബറിലെത്തിച്ചു കളയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമതൊരു കണ്ണുണ്ട്, ആ കണ്ണ് അത്ഭുതത്തിന്റെ കണ്ണാണ്. 3 നബിതങ്ങൾ പറഞ്ഞു, ഐനുൻ ഖാത്തിരുൻ, കൊന്നുകളയുന്ന കണ്ണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാതെ സൂക്ഷ്മത പുലർത്തണം. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾ ഈജിപ്തിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ പറഞ്ഞു കൊടുത്തു, മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോകരുത്, വേറെ വേറെ വാതിലിലൂടെ വേണം കയറിപ്പോകാൻ. കാരണം നിങ്ങളെ കണ്ടാൽ കണ്ണീർ ഭയന്നുകൊണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. യാക്കൂബ് നബി ഈജിപ്തിലേക്ക് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന മക്കളോട് പറയുകയാ, മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ എല്ലാവരും കയറിപ്പോകരുത്. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോകരുത്, പല പല വാതിലുകളിലൂടെ വേണം കയറിപ്പോകാൻ. എന്തിനാ പറഞ്ഞതെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈജിപ്തിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോ എല്ലാവരും കൂടെ നിരന്ന് ഒരേ വാതിലിലൂടെ കയറി പോകരുത്, പല പല വാതിലുകളിലൂടെ വേണം കയറി പോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവര്, കാരണമെന്നറിയോ? എല്ലാവരും കൂടെ ഒരേ വാതിലിലൂടെ കയറിപ്പോയാൽ ഒരുപോലെ ഇരിക്കുന്ന കുറേ മക്കള് പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നാ പല പല വാതിലിലൂടെ കയറിപ്പോയാൽ അത് ശ്രദ്ധിക്കില്ലല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ച് 5 മക്കളും അല്ലെങ്കിൽ 6 മക്കളും ഒരുമിച്ച് നിരന്നു പോയാൽ നോക്കുമല്ലോ ഒരുപോലെ ഇരിക്കുന്ന 5 എണ്ണങ്ങൾ. എന്നാൽ പല പല വാതിലിലൂടെ കയറിപ്പോയാ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞു വിടാനുള്ള കാരണം? മഖാഫത്തു ഇസ്ബാത്തിൽ ഐനി, കണ്ണ് തട്ടുമെന്നുള്ള ഭയമാ. കണ്ണേറ്
കിട്ടുമെന്നുള്ള പേടി കാരണം എല്ലാ മക്കളും ഒന്നുപോലെ ഇരിക്കുന്ന വെളുത്തു തുടുത്ത് സുന്ദരന്മാരായിരിക്കുന്ന മക്കൾ ഇങ്ങനെ നിരന്നു കയറി പോകുമ്പോ അല്ലാഹുവേ തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ, തന്റെ മക്കൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ എല്ലാവരോടും പറഞ്ഞു വേറെ വേറെ വാതിലിലൂടെ കയറി പോകാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 2026 സ്വീകരിക്കാനിരിക്കുന്ന പെങ്ങള്, മോളെ കണ്ണേറിനെ കുറിച്ച് പഠിക്കണേ, കണ്ണേറിനെ കുറിച്ച് പഠിക്കണേ. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ. ഒരു വീട് വെച്ചാ ആ വീടിന്റെ സർവ്വ വീഡിയോയും സ്റ്റാറ്റസ് ഇടുന്ന പെങ്ങള്, ഒരു വണ്ടി എടുത്താ നാട്ടുകാരെ മുഴുവനും അറിയിക്കുന്ന ചെറുപ്പക്കാരാ, സ്വന്തം മക്കൾക്ക് A+ കിട്ടിയ ഫ്ലെക്സ് അടിച്ച റോഡിന്റെ സൈഡിൽ വെക്കുന്ന മുസ്ലിമേ, കണ്ണിനെ കുറിച്ച് പഠിക്കണേ, കണ്ണിനെ കുറിച്ച് പഠിക്കണേ. അൽ ഐനു സലാസ്, കണ്ണ് 3 രീതിയിലാ, കണ്ണ് 3 രീതിയിലാ. പഠിക്കണേ അല്ലാഹുവേ, കണ്ണ് 3 രീതിയിലാണ്. പഠിക്കുക. ഒന്നാമത്തെ കണ്ണേതെന്നറിയോ? ഒന്നാമത്തെ കണ്ണേതെന്നറിയോ? അൽ ഐനുൽ ഹാസിദാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണീർ സത്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി തങ്ങളുടെ ഹദീസ് തന്നെ ഉണ്ട്, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എടാ, നീയും നിന്റെ കുടുംബവും നിനക്കൊരു വീട് വെച്ചു. നീ വീട് വെച്ചിട്ട് അത് 40 പേരെ കാണിക്കാൻ സ്റ്റാറ്റസ് ഇടും. നിന്റെ വീട്, ഉള്ള്, ബെഡ്റൂം, അടുക്കള, ബാത്റൂം, സർവ്വതും നാട്ടുകാർ കാണണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാനുള്ളതല്ല. നീ ഒരു വാഹനം എടുത്തു, നീ എന്തിനു നാട്ടുകാരെ അറിയിക്കണം? നീ ഊട്ടി പോയി അപ്പത്തന്നെ അവിടെ പോയി നിന്ന് പോസ്റ്റ് ഇടും, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, ഇങ്ങനെ കാണിച്ചെടുക്ക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിനെ കുറിച്ച് പഠിക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിബിധങ്ങൾ പറയുന്നു 3 രീതിയിലാണ് കണ്ണുള്ളത്. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അസൂയയുടെ കണ്ണ്. അസൂയയുടെ കണ്ണ്. നിനക്കൊരു വീടുണ്ട്, അല്ലാഹുവേ എനിക്കും അതുപോലെ ഒരു വീട് തരണമെന്നല്ല ആഗ്രഹിക്കുന്നേ, അത് നശിച്ചു പോണേന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ ആഗ്രഹം പടച്ചവനെ, നിനക്കൊരു വാഹനമുണ്ട്, നിനക്കൊരു ജോലിയുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ്. അല്ലാതെ നിനക്ക് കുറച്ച് സമ്പത്തുണ്ട്, അല്ലാഹു എനിക്കൂടെ തരണേ അല്ല എന്നല്ല. അവൻ്റെത് പോയി അവൻ എത്തീങ്ങാനയിലാകണം, അവന്റെ വീട് പോകണം, അവന്റെ വീട്ടിൽ എല്ലാം നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രീതി. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? ആ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു വഴി പറഞ്ഞു തരികയാണ്. നിന്റത് നശിച്ചു പോകണേ എന്ന് ആഗ്രഹിക്കുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുർആൻ പറയുകയാണ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ സൂറത്താണ് പാരായണം ചെയ്യാൻ നബിതങ്ങൾ പറഞ്ഞത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാ. ഖുർആൻ പറയുകയാണ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പടച്ചവനെ, ഖുർആനിന്റെ 113, 14 സൂറത്തുകൾ, അതിനകത്ത് അല്ലാഹു കാവല് ചോദിക്കാൻ പറയുന്നല്ലോ. പടച്ചവനെ, കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആൻ പറഞ്ഞ ഒരു ആയത്തേതാ? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇതിനകത്ത് പടച്ചവനെ ഖുർആൻ പറയുന്നു, ഈ ആയത്ത് പാരായണം ചെയ്യാൻ രണ്ടാമത്തെ കണ്ണേതെന്നറിയുമോ? ഐനുൻ മുഅ്ജബ്, അത്ഭുതം. പടച്ചവനെ, അത്ഭുതം. എല്ലാവരും അത്ഭുതത്തോടുകൂടി കാണുകയാണ്. മനോഹരമായ ഒരു വീട്, മനോഹരമായ ഒരു വീട്, നല്ല ഒരു വാഹനം. ഇങ്ങനെ പടച്ചവനെ അത്ഭുതത്തോടു കൂടി പറയുന്ന കണ്ണിനെ പേടിക്കണമടോ, ആ കണ്ണിനെ സൂക്ഷിക്കണമടോ. അതിന് അതാ ഒരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ, ഒരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാ.
സ്റ്റാറ്റസ് ഇടുന്നവർ, ഫോട്ടോ ഷെയർ ചെയ്യുന്നവർ, സ്വന്തം മക്കളുടെ ഫോട്ടോ വരെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ, നിങ്ങൾ മനസ്സിലാക്കണേ, നബിതങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. അതാ പടച്ചവനെ, അതാ അള്ളാന്റെ റസൂലും സ്വഹാബത്തും പോകുമ്പോ അതാ ജഹഫ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ക്ഷീണം കാരണം നബിതങ്ങളും സ്വഹാബത്തും അവിടെ താമസിക്കുകയാണ്, അല്പം റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, സുന്ദരനായ കാണാൻ അഴകുള്ള സൗന്ദര്യമുള്ള സഹൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ വസ്ത്രമൂരിയിട്ട് കുളിക്കാൻ പോവുകയാ. കേൾക്കണേ ചെറുപ്പക്കാരാ, നബിതങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രമാണ്. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു തന്റെ വസ്ത്രം ഊരിയിട്ട് കുളിക്കാൻ പോകുമ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു സഹൽ തങ്ങളുടെ ശരീരം കാണുകയാണ്. ആദ്യമായിട്ടാണ് സഹൽ എന്ന് പറയുന്ന സ്വഹാബിയുടെ അല്ലാഹുവേ ചുമന്നു തുടുത്തിരുന്ന ശരീരം ഇങ്ങനെ കാണുന്നത്. അത് കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വല്ലാഹി മാ റഅയ്തുമുൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുവരെ ഞാൻ ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല. മഹാനായ ആമിർ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇത്രയും മനോഹരമായ ഒരു ശരീരം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് വൈരാഗ്യത്തോടെ പറഞ്ഞതല്ല, അസൂയ വെച്ച് പറഞ്ഞതല്ല. ആമിർ തങ്ങൾ സന്തോഷം കൊണ്ട് പറഞ്ഞതാ, അത്ഭുതത്തോടെ പറഞ്ഞതാ. പറഞ്ഞു തീരേണ്ട താമസം സുബ്ഹാനല്ലാഹ്, സഹൽ തങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയാ. സഹൽ റളിയല്ലാഹു തആല അൻഹു ജുഹഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബിതങ്ങളും സഹാബത്തും അവിടെ താമസത്തിന് വേണ്ടി റെസ്റ്റ് എടുക്കുമ്പോൾ ഈ സഹാബി തൻ്റെ വസ്ത്രം ഒന്നൂരി, കമീസ് ഒന്നൂരി. ഇത് ഊരിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവേ സത്യം, എന്തൊരു ശരീരമായത്, ഇതൊരു ബോഡിയാന്നൊക്കെ പറയില്ലേ. ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞതും സുബ്ഹാനല്ലാഹ്, ദാ കിടക്കുന്ന ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സഹാബത്ത് മുഴുവനും ഈ സഹാബി സഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ കോരിയെടുത്തുകൊണ്ടില്ല ഹളറത്തി റസൂലില്ല നബിതങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? നബിയെ, പെട്ടെന്ന് വീണു നബിയെ. ഇവിടുന്ന് വസ്ത്രം ഊരിയപ്പോൾ പെട്ടെന്ന് വീണു നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ച്, നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വഹാബികൾ അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, മഹാനായ ആമിർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിയെ, ആമിർ റളിയല്ലാഹു തആല ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. നബിതങ്ങളുടെ മുഖം പെട്ടെന്ന് അങ്ങ് ചുമന്നു. നബിതങ്ങൾ അവിടെ നിന്ന് ചോദിക്കുകയാ, അലാമായ ഖുതുല അഹദുക്കും അഖ, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിതങ്ങൾ ഒറ്റ ചോദ്യം, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുവാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ കണ്ണും നാവും അത്രത്തോളം നമ്മൾ സൂക്ഷ്മത പുലർത്തണം. ഞാൻ ഇന്നും പറയേണ്ടായി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത അഞ്ചാമത്തെ കാര്യം എന്താ? ഞാൻ നിർത്തുകയാണ്. തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത അഞ്ചാമത്തെ കാര്യം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്തത് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാണ്. സർവകാര്യങ്ങളും അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാണ്. യൂസുഫ് എന്ന് പറയുന്ന തന്റെ പൊന്നാര മകനെ കൂടപ്പറപ്പുകൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊല്ലാൻ നോക്കി. അതാ മരിച്ചു എന്നവര് വിചാരിച്ചു. യാക്കൂബ് നബി പറഞ്ഞു, എന്റെ പൊന്നുമകൻ മരിച്ചിട്ടില്ല. വാപ്പാ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോയി. വാപ്പാ, നിങ്ങൾ എന്തേ ഇങ്ങനെ ഇരിക്കുന്നത്? യാക്കൂബ് നബി പതറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ തന്റെ പൊന്നാര മകൻ യൂസുഫ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ബിന്യാമീൻ എന്ന് പറയുന്ന 12ാമത്തെ മകനെയും നഷ്ടപ്പെട്ടു. അപ്പോഴും പടച്ചവനെ യാക്കൂബ് നബി പറഞ്ഞു, അല്ലാഹു കൈവിടൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ പരമേൽപ്പിച്ചിട്ട് അവിടുന്ന് തവക്കൽ
തവക്കൽ ഏൽപ്പിച്ചു ജീവിച്ചപ്പോ അല്ലാഹു 12 മക്കളെയും തിരിച്ചു കൊടുത്തില്ലേ, അധികാരം കൊടുത്തില്ലേ. തന്റെ പൊന്നുമക്കള് വാപ്പയുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടുന്ന് പടച്ചവനെ മാപ്പ് പറഞ്ഞില്ലേ. എല്ലാം അല്ലാഹു കൊടുത്തടോ. ഒരു ഭരണാധികാരിയുടെ വാപ്പയായി യാക്കൂബ് നബി മാറിയില്ലേ, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലേ. തന്റെ പൊന്നാര മകൻ ഈജിപ്തിന്റെ അധികാരം കൊടുത്തില്ലേ, 12 മക്കളെയും തിരിച്ചു കൊടുത്തില്ലേ. യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹുവാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അത് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സമുദായത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ആത്മഹത്യ കുറവായിരുന്നു, മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. ഇന്ന് 25% ആത്മഹത്യ കൂടിയിരിക്കുകയാണ്. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. മൊബൈൽ എടുത്തതിന് വഴക്കു പറഞ്ഞതിന്റെ പേരിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാ. കറങ്ങാൻ പടച്ചവനെ ടൂറ് പോകാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ മക്കൾ ആത്മഹത്യ ചെയ്യുകയാ. ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. പടച്ചവനെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ പിടിച്ചു നിൽക്കാൻ ഇന്നത്തെ മക്കൾക്ക് കഴിയുന്നില്ലടോ. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാണ്, നമുക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ആത്മഹത്യയുടെ ബലം നമുക്കറിയുന്നില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗം ഹറാമായ ചിലരുണ്ട്, ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകാത്ത ചിലരുണ്ട്. ഈ സമുദായത്തിൽ പടച്ചവനെ ആത്മഹത്യ ചെയ്താ സ്വർഗത്തിൽ പോകില്ലെന്നറിയാ. അതുകൊണ്ട് ആത്മഹത്യ വളരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പൊ വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാ മക്കളോട് പറഞ്ഞു കൊടുക്ക്, ഒരിക്കലും സ്വർഗത്തിൽ പോകൂല. സ്വർഗം ഹറാമാ, സ്വർഗം ഹറാമാ. ആർക്കാണെന്നറിയോ? അല്ലാഹു കൊടുത്ത ആയുസ് സ്വന്തമായിട്ട് അവസാനിപ്പിക്കുന്നവൻ, അവന് സ്വർഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്തിനാണ് ഒരു ഉദാഹരണം പറയട്ടെ. വാളിനെ പോലുള്ള ഒരു ആയുധം കൊണ്ട് ഒരു സ്വഹാബി ആത്മഹത്യ ചെയ്യുകയാ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വാള് പോലെ പടച്ചവനെ കത്തി പോലെയുള്ള എന്തോ കൊണ്ട് സ്വന്തമായിട്ട് കുത്തി ആത്മഹത്യ ചെയ്തു. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും ഇമാമത്ത് നിൽക്ക്. സഹാബ, ആരെങ്കിലും ഒന്ന് ഇമാമത്ത് നിൽക്ക്. നബി തങ്ങൾ ഇമാമത്ത് നിന്നില്ല. കാരണം നിന്നിട്ട് കാര്യമില്ല. മക്കളെ, ദുനിയാവ് മാത്രമല്ല ആഖിറവും പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നില്ല, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മക്കളോട് പറ, അല്ലാഹു കൈവിടൂല. ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടൂല. ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ ഉപദേശിച്ചിട്ട് മക്കളെ നന്നാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടവര്, ഉസ്താദേ എന്റെ പൊന്നുമോനെ എത്ര നോക്കിയിട്ടും ഇവൻ നന്നാകുന്നില്ല, ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ ദുസ്വഭാവങ്ങൾ മാറുന്നില്ല. എഴുതിത്തെള്ളാൻ വരട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് ലോകമറിയുന്ന പണ്ഡിതനാ. ആരാ ഫുളൈൽ എന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുളൈൽ, ഏത് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലും വ്യഭിചരിക്കുന്ന ഫുളൈൽ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ നന്നായ മനുഷ്യനാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. ലോകമറിയുന്ന പണ്ഡിതനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. എത്രയൊക്കെ ഉപദേശിച്ചിട്ടും തന്റെ മകൻ നന്നാകുന്നില്ല.
ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. എന്തൊക്കെ ചെയ്തു നോക്കി, എവിടെയെല്ലാം കൊണ്ടുപോയി നോക്കി. എന്നിട്ട് തന്റെ പൊന്നാര മകൻ നന്നാകാതെ വന്നപ്പോ അവസാനം ഫുളൈൽ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അസ്ലിഹ്ഹാ, അല്ലാഹുവിനോട് പറയുന്ന പടച്ചവരെ, ഫുളൈൽ തങ്ങൾ അല്ലാഹുവിനോട് പറയുകയാ, അല്ലാ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇവനെ നന്നാക്കാൻ നോക്കി പടച്ചവനെ, ഞാൻ പരാജയപ്പെട്ടു തമ്പുരാന്, ഞാൻ പരാജയപ്പെട്ടു തമ്പുരാന്. അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്ത മകനെ അല്ലാഹുവിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പറയുന്ന പടച്ചവനെ, തവക്കൽതു അലല്ലാഹ്, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കുകയാ, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കുകയാ പടച്ചവനെ, എന്റെ പൊന്നുമോനെ നന്നാക്കണേ അല്ലാഹ്. ദുആ ചെയ്തിട്ടുണ്ടോ പെങ്ങളെ? സ്വന്തം മക്കള് തെറ്റ് ചെയ്യുമ്പോ ഉപദേശിച്ചിട്ട് നന്നാകാതെ വരുമ്പോ നീ നശിക്കട്ടടാ, നീ നശിക്കട്ടടാ, എത്രയോ പേര് മരിച്ചു പോകുന്നു, നീ മരിക്കുന്നില്ലടാ എന്നും മക്കളെ പ്രാവുന്ന ഉമ്മ, മക്കളെ ശപിക്കുന്ന ഉമ്മ, ശപിക്കല്ലേ ഉമ്മ, മക്കളെ ശപിക്കല്ലേ. നിന്റെ ദുആയിക്ക് ഇജാബത്തുണ്ട്, നിന്റെ വാക്ക് അല്ലാഹു കേൾക്കുമുമ്മ. ഒരു ദേശിപ്പുറത്ത് സ്വന്തം മക്കളെ പ്രാവിയ അവസാനം അവൻ കടന്ന് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങള് അല്ലാഹുവിനോട് പറയുന്ന പടച്ചവനെ, തവക്കൽതു അലല്ലാഹ്, എന്റെ മോനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ, ഇവനെ നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഫുളൈൽ തങ്ങൾ ദുആ ചെയ്തു, തന്റെ പൊന്നാര മകൻ നന്നായടോ, അവന്റെ സ്വഭാവം മാറുകയാ, ദുസ്വഭാവങ്ങൾ മാറുകയാ. പാട്ട് കേട്ട് ആസ്വദിച്ച് നടന്ന അലിയുണ്ടല്ലോ, ഖുർആൻ കേൾക്കാൻ തുടങ്ങി, അവൻ ഖുർആൻ കേൾക്കാൻ തുടങ്ങി. ഖുർആനിനോട് വല്ലാത്ത ഒരു പ്രണയം വന്നു, ഖുർആനിനോട് വല്ലാത്ത സ്നേഹം വന്നു. അവസാനം അല്ലാഹനെ ഏൽപ്പിച്ച അലി എന്ന് പറയുന്ന പൊന്നുമോന് അഹ്ലുൽ ഖുർആൻ, അവന് ഖുർആനിന്റെ അഹ്ലുകാരനായി മാറി. അവന് ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചു പോയതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, അല്ലാഹുവിലെ തവക്കലേൽപ്പിച്ചോ. പടച്ചവൻ നിങ്ങളുടെ മക്കളെ നന്നാക്കി തരും പെങ്ങളെ. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. എന്നെങ്കിലും ഒരിക്കൽ നേരെയാകും പെങ്ങള്. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ്. യാക്കൂബ് നബി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം അല്ലാഹുവിൽ പരമേൽപ്പിക്കാനാ. ഒരു ചരിത്രം കൂടെ പറയട്ടെ, ഒരു ചരിത്രം കൂടെ പറഞ്ഞു തരട്ടെ. അല്ലാഹനെ ഏൽപ്പിച്ചാ കിട്ടുന്ന ഒരു ചരിത്രം പറയട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ. അതാ ഉമർ തങ്ങൾ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ അതാ ഒരു വാപ്പയെയും മകനെയും കാണുകയാണ്, ഒരു ഉപ്പാനെയും മകനെയും കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, ഉമർ തങ്ങൾക്ക് അത്ഭുതമായി. വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുന്നു, കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ, രണ്ടുപേരും ഒരുപോലെ. കാക്കയ്ക്കൊരു നിറമാണ്, കാക്കയുടെ കുഞ്ഞിനും ഒരു നിറമാണ്. രണ്ടുപേരും വരച്ചു വച്ചതുപോലെ ഇരിക്കുകയാ. അല്ലാഹുവേ, പരിഹസിച്ചതല്ല, കറുത്ത നിറമെന്ന് പറഞ്ഞതല്ല. വാപ്പയും മകനും ഒരുപോലെ ഇരിക്കുന്നത് കണ്ടപ്പോ, അങ്ങനുണ്ടടോ, ചിലർക്ക് വാപ്പയുടെ അതേ രൂപമാണ്, ചിലർക്ക് ഉമ്മയുടെ അതേ രൂപമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ നടന്നു വരുന്നത്
കണ്ട മുത്തുനബി വരുന്നത് പോലെയാ. ഫാത്തിമ നീ ഉപ്പാനെ പോലെയാ, ഉപ്പയുടെ മകളെ എന്നാ ഫാത്തിമയെ വിളിച്ചിരുന്നത്. അല്ലാഹുവേ, ഉമർ തങ്ങൾ ചോദിക്കുന്നു, വാപ്പയും മകനും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ. ആ സമയത്ത് ഉമർ തങ്ങളോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഈ മകൻ ആരാണെന്നറിയോ? ഈ മോൻ ആരാണെന്നറിയോ? ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? ഇവൻ അല്ലാഹു എനിക്ക് എങ്ങനെ തന്നതാണെന്നറിയോ? പെങ്ങളെ, ഉമർ തങ്ങളോട് ആ മനുഷ്യൻ അവിടുന്ന് ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ. എന്താ ചരിത്രമെന്നറിയോ? വാപ്പാനെ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ ആ പൊന്നുമോന് അല്ലാഹു കൊടുത്തത് എങ്ങനെയെന്നറിയോ? ആ മനുഷ്യന് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആ മനുഷ്യന് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാ. തന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യയോട് സലാം പറഞ്ഞിട്ട് രണാങ്കണത്തിലേക്ക് പോകുമ്പോ സങ്കടത്തോടെ നിൽക്കുന്ന ഗർഭിണിയായ ഭാര്യ, ആ ഭാര്യയുടെ മുഖത്തെ സങ്കടം കണ്ടപ്പോ ആ മനുഷ്യൻ അതാ ഗർഭിണിയായ ഭാര്യയുടെ വയറിലിങ്ങനെ കൈവെക്കുകയാ. യുദ്ധത്തിന് വേണ്ടി പോകുന്ന മനുഷ്യനുണ്ടല്ലോ, പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാ, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാന്. എന്റെ പൊന്നുമോനെ നീ നോക്കണേ അല്ലാ. പിതാവ് അതാ ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പറയുകയാണ്, യുദ്ധത്തിന് പോയി സഹോദരാ, യുദ്ധത്തിന് പോയി സഹോദരാ. ആ സ്വഹാബി പടച്ചവന്, ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോ ആ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. ഗർഭിണിയായ ഭാര്യ മരണപ്പെട്ടു പോയി. ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. ആ ഗർഭിണിയായ പെണ്ണ് മരിച്ചടോ. ആ പെണ്ണ് ഗർഭിണിയായ രീതിയിൽ മരണപ്പെട്ടു. ആ പെണ്ണിന്റെ ജനാസ കുളിപ്പിച്ചു കഫം പൊതിയുകയാണ്. നിസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ, 6 അടി മണ്ണിലേക്ക് ജനാസ ഇറക്കി വെക്കുകയാ. ജനാസ കബറിലേക്ക് ഇറക്കി വെച്ചു. അല്ലാഹുവേ, പലക നിരത്തി മണ്ണിട്ട് മൂടി. എല്ലാവരും മടങ്ങിപ്പോയപ്പോ, രാത്രിയായപ്പോ പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. പള്ളിപ്പറമ്പിൽ ഒരു പ്രകാശം കാണുകയാ. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ആകാശത്ത് ഖബറങ്കാട്ടിൽ ഒരു പ്രകാശം കാണുകയാണ്. ജനങ്ങൾ ഓടിച്ചെന്നപ്പോ ആ മരിച്ചു ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ഖബറ് പിളർന്നിരിക്കുകയാ. ആ ഖബറ് പിളർന്നിരിക്കുന്നടോ. ആ മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ചാരത്ത് ഒരു പൊന്നുമോൻ കിടന്ന് കരയുകയാണ്. ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന ആ പെണ്ണിന്റെ വയറിനകത്ത് കിടന്നിരുന്ന കുഞ്ഞ് കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോനെ കോരിയെടുക്കുകയാ. ആ പൊന്നുമോനെ കോരിയെടുക്കുകയാ. ആ സമയത്ത് പടച്ചവരെ, ആകാശത്ത് നിന്നൊരശരീരി കേൾക്കുകയാണ്. അല്ലാഹുവേ, ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാ, എന്റെ പൊന്നുമോനെ നീ നോക്കണേ അല്ലാ. എന്റെ പൊന്നുമോനെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ. പടച്ചവരെ, നീ നിന്റെ ഭാര്യയെ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ വരില്ലായിരുന്നു. അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞത്, എന്റെ ഭാര്യ നോക്കണേ അല്ലാ, എന്റെ കുഞ്ഞിനെ നോക്കണേ അല്ലാ. തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൽ പരമേൽപ്പിച്ചത് കുഞ്ഞിനെ മാത്രമായിരുന്നു. മോനെ മാത്രമാണ് ഏൽപ്പിച്ചത്, ഭാര്യ ഏൽപ്പിച്ചില്ല. അല്ലാഹുവിനെ ഏൽപ്പിച്ചപ്പോ അല്ലാഹു ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ആ മകനാണ് എന്റെ കൂടെ നിൽക്കുന്നതെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇതുപോലെ നൂറുകണക്കിന് ചരിത്രമുണ്ടോ അല്ലാഹുവേ. എത്രയോ അത്ഭുതകരമായ അത്ഭുതകരമായ എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടൂല, ആര് കൈവിട്ടാലും അല്ലാഹു കൈവിടൂല. പടച്ച റബ്ബിൽ പരമേൽപ്പിച്ചോ, അല്ലാഹുവിൽ പരമേൽപ്പിച്ചോ. പടച്ചവനെ 11ാമത്തെ പൊന്നുമോനെ നഷ്ടപ്പെട്ടു പോയി, കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴും അല്ലാഹുവേ എൻ്റെ യൂസുഫ് എന്ന് പറയുന്ന മകൻ മരണപ്പെട്ടിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ ഒരിക്കൽ തിരിച്ചു വരും, അവൻ ഒരിക്കൽ തിരിച്ചു വരും, ഒരിക്കലും അല്ലാഹു എന്നെ കൈവിടൂല. യാക്കൂബ് നബി കാത്തിരുന്നപ്പോ പെങ്ങളെ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോലും പോയി. മക്കള് പറയും ബാപ്പാ ഇതെന്തൊരവസ്ഥയാ ബാപ്പാ എന്ന് മക്കള് പോലും പറയുന്ന അവസ്ഥയിൽ കരഞ്ഞിട്ടും അല്ലാഹുവിൽ പ്രതീക്ഷ വിട്ടില്ല. അല്ലാഹു യാക്കൂബ് നബിക്ക് യൂസുഫ് നബിയെ തിരിച്ചു കൊടുത്തടോ. ചരിത്രം പഠിപ്പിക്കുമ്പോ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, മക്കളെ അല്ലാഹനെ ഏൽപ്പിച്ചോ, അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചോ. ഇന്നത്തെ മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് അറിയില്ല, അല്ലാഹുവാണ് സർവ്വതും ചെയ്തു തരുന്നതെന്നുള്ള ചിന്തയില്ല, മതിമറന്നു നടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. മുൻഗാമികൾ അങ്ങനായിരുന്നു. അല്ലാഹ് ആരാണെന്ന് പ്രായമുള്ള നിനക്കറിയില്ല, എന്നാ പണ്ടത്തെ ആൾക്കാർക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അല്ലാഹ് ആരാണെന്നറിയുമായിരുന്നു. ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, സമ്പത്ത് തരുന്നവൻ അല്ലാഹുവാണ്, സർവ്വതും തരുന്നവൻ അല്ലാഹുവാണ്. എനിക്കെഴുതിയത് എനിക്കല്ലാതെ വേറെ ആർക്കും കിട്ടൂല. പഠിക്കണേ സഹോദരാ. എന്തിനാ വാശിയും വൈരാഗ്യവും ശത്രുതയും എന്തിനാ സഹോദരാ? സ്വന്തം കൂടപ്പറപ്പിനെ നശിപ്പിക്കാൻ സിഹിർ ചെയ്യുന്നവരുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ. നിങ്ങൾ നിസ്സാരമായി ചെയ്യുന്ന ഒരു കാര്യം കാരണം തകർന്നു പോകുന്നതൊരു കുടുംബമാ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാ, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാ. 101 രൂപയും ഒരു മുട്ടയും മതി പെങ്ങളെ, നീ അത് ചെയ്തിട്ട് നടക്കും. പക്ഷേ അതിലൂടെ അവർക്കുണ്ടാകുന്ന നാശം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നിനക്കെഴുതിയത് നിനക്കേ കിട്ടൂ, അല്ലാഹു എനിക്കെഴുതിയത് എനിക്കേ കിട്ടൂ. എനിക്കുള്ളത് നിനക്ക് കിട്ടൂല, നിനക്കുള്ളത് എനിക്കും കിട്ടൂല. ഈ ചിന്തയാ വേണ്ടേ. അല്ലാഹു എനിക്ക് തന്നത് എനിക്ക്, നിനക്ക് തന്നത് നിനക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.